കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് മംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ പകുതി നമുക്ക് ഇതിൻ്റെ പാലെടുക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവ, 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഗ്രാമ്പു, 3 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഒരു തക്കോലം, 2 ഏലക്ക, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂണ് കുരുമുളക്, 1.5 സ്പൂൺ മല്ലി, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയല്ല, നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം വറ്റൽമുളക് വറുത്ത് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളകിൻ്റെ എണ്ണ കൂട്ടാവുന്നതാണ്. അധികം എരി വേണ്ടെങ്കിൽ കാശ്മീരി എടുക്കാം. അപ്പോൾ ഈ മുളക് ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുരുമുളക്, കറുവപ്പട്ട ഇതൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം. അതിന് ശേഷം വീണ്ടും നമ്മൾ പാത്രത്തിലേക്ക് അല്പം നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയിൽ അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് ഒരു സവാളയുടെ പകുതി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അത് വറുത്ത് സവാള നമ്മൾ വഴറ്റി മാറ്റിയതിന് ശേഷം നമ്മളെടുത്ത് തേങ്ങയിൽ നിന്ന് പകുതി ഒരു കൈപ്പിടി അളവിൽ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒരു മീഡിയം പരുവത്തിൽ ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്തിരുന്ന സവാളയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയും മല്ലിയെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു അല്പം പാളം പുളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരച്ച ജാറിൽ തന്നെ ഒരല്പം വെള്ളവും കൂടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്തോന്ന് നോക്കുക. അന്നേരം കുറച്ചുകൂടി വേവാനുണ്ട്. വീണ്ടും നമ്മൾ അടച്ച് വെച്ച് അല്പസമയം കൂടെ വേവിക്കാം. അല്പസമയം കഴിഞ്ഞതാ ചിക്കനൊക്കെ വെന്ത് ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അന്ന് തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉള്ളി മൂപ്പിച്ചെടുത്തേക്കുന്നത്. അതുകൂടി ചേർത്തതിന് ശേഷം തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.